ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോട്ടിഫൈ ചെയ്യണം അല്ലേ. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡൻ്റാണ്. കാനഡയിലാണെന്ന് തോന്നുന്നു നടന്നത്. 44 വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചു, ഹാർട്ട് അറ്റാക്ക് കാരണം. അത് എനിക്ക് വ്യക്തമായത് പക്ക മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് ആ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും വായിച്ചു കാണും. 3 കുട്ടികളുടെ അച്ഛനാണ് അദ്ദേഹം. 8 മണിക്കൂർ അദ്ദേഹം എമർജൻസിയിൽ ചെസ്റ്റ് പെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്തു. എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു നേഴ്സ് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറായിട്ട് ആ എമർജൻസിയിലെ സ്റ്റാഫായിട്ട് നിൽക്കുമ്പോൾ ആ കുറ്റം ചെയ്ത് നമ്മളും കൂടിയാണെന്ന് ഫീൽ ചെയ്യും അല്ലേ. അവിടെ നമ്മളിവിടെ ക്രിമിനൽ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പക്ക സ്ട്രിക്റ്റാണ്. ചെസ്റ്റ് പെയിന് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ട്രയജിൽ വെയിറ്റിംഗ് ടൈം പോലും ഇല്ല. ഇമീഡിയറ്റ്ലി നമ്മൾ പേഷ്യൻറ്റിനെ ECGക്ക് എടുക്കുന്നു, ഫർദർ ഇൻ്റർവെൻഷൻസ് ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു റൂൾസും റെഗുലേഷൻസും അങ്ങനെയാണ്. നമുക്കതിന് സ്പെഷ്യൽ പ്രോട്ടോക്കോൾ തന്നെയുണ്ട്. ചെസ്റ്റ് പെയിന്, അതുപോലെ സ്ട്രോക്കിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണെങ്കിൽ വിതിൻ 20 മിനിറ്റ്സ് CT എടുത്ത് ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് ഫർദർ ഇൻ്റർവെൻഷൻസിലേക്ക് പോകണം. അതിൽ കൂടുതലൊരു ടൈം പീരീഡ് അവിടെ അലൗഡ് അല്ല. അതിൽ കൂടുതൽ ടൈം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് റിപ്പോർട്ട് എഴുതണം ഇൻസിഡൻ്റായിട്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ കാനഡയിൽ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ല, വെറും 44 വയസ്സുള്ള ഒരു പയ്യൻ ചെസ്റ്റ് പെയിനായിട്ട് എമർജൻസിയിൽ വരുന്നു. എല്ലാവരോടും പറയുന്നു ചെസ്റ്റ് പെയിനാണ്. പുള്ളിക്ക് കിട്ടിയ മറുപടി അനാൽജസിക്ക്, അതായത് പെയിനിനെ കുറയ്ക്കാനുള്ള മെഡിസിൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്നതാണ്. എന്തൊരു നെഗ്ലിജൻസ് ആണല്ലേ. സാധാരണ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇവിടെ ആണെങ്കിൽ വെറും അബ്ഡോമിനൽ പെയിൻ പോലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ അതും കൺസിഡർ ചെയ്യും. കാരണം ചിലപ്പം അപ്പർ ചെസ്റ്റ് പെയിൻ അല്ലാതെ എപ്പിഗ്യാസ്ട്രിക് പെയിൻ ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റമായിട്ട് വരുമല്ലോ. അതുപോലും വേണ്ട, ഈവൻ ചെസ്റ്റ് പെയിൻ പോലും വേണ്ട. ചില ആൾക്കാർക്ക് ജോ മാത്രമായിരിക്കും പെയിൻ, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ആയിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ആ പെയിൻ പോലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാറില്ല. നമ്മളുടെ എമർജൻസിയിലൊന്നും നമ്മുടെ സ്റ്റാഫ് നെഗ്ലക്റ്റ് ചെയ്യാറില്ല. ഡോക്ടേഴ്സും അത്ര സീരിയസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെക്ക് ചെയ്ത് ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ രാജ്യങ്ങളിൽ, ഇവിടുത്തെ ഹോസ്പിറ്റൽസ്. എന്തുകൊണ്ട് കാനഡയിലൊക്കെ ഇത്രത്തോളം വികസിത രാഷ്ട്രമായിട്ട് അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു. സ്റ്റാഫ് ഷോർട്ടേജ് നമുക്ക് ഇവിടെയും ഉണ്ട്. സ്റ്റാഫ് ഷോർട്ടേജ് അവിടത്തെക്കാട്ടിലും കൂടുതൽ ഇവിടെയാണ് ശരിക്കും സ്റ്റാഫ് ഷോർട്ടേജ്. ആ സ്റ്റാഫിൻ്റെ ഷോർട്ടേജിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത്ര നമ്മളുടെ ഒരു എന്താ പറയുന്നത് നെഗ്ലിജൻസ്, മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ് ആ മനുഷ്യൻ്റെ മരണത്തിന് 100% എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം 8 മണിക്കൂറുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ അല്ലേ. 8 മണിക്കൂറുണ്ടായിട്ട് അവിടെയുള്ള ഒരു ഡോക്ടേഴ്സിന് ഫർദർ ഇൻ്റർവെൻഷൻസിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ആ ഡോക്ടേഴ്സിൻ്റെ ഒരു നെഗ്ലിജൻസ് ആണ്. അല്ലെങ്കിൽ നേഴ്സസ് പറഞ്ഞു കാണുമോ ഇല്ലയോ എന്ന് അറിഞ്ഞു, ചിലപ്പോൾ നേഴ്സസ് പറഞ്ഞു കാണും. ആരാണ് അവരെ ഉത്തരവാദി? അവിടെ ഇരിക്കുന്ന ഓരോ പ്രൊഫഷണൽസും അതിന് ഉത്തരവാദികളാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാണ് ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? ആ പാവം ഭാര്യയല്ലേ, ആ ഭാര്യയോട് സോറി പറയാൻ പോലുള്ള അർഹതയില്ല ആസ് എ നേഴ്സ് ഇന്ന് എനിക്ക്. കാരണം ആ സ്ത്രീ ഇന്ന് ഹോസ്പിറ്റൽസിനെ വെറുത്ത് കാണും, ഡോക്ടേഴ്സിനെ വെറുത്ത് കാണും, നേഴ്സസിനെ വെറുത്ത് കാണും. അവരുടെ എല്ലാം മുമ്പിൽ വെച്ചാണല്ലോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടത്. അത് പുള്ളിക്കാരിയുടെ 3 കുട്ടികളുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്. തീരാ വേദനയാണല്ലേ. ജീവിക്കാൻ അവർക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നിട്ട് പോലും 8 മണിക്കൂർ വെയിറ്റിംഗ് ടൈം കൊടുത്ത് ആ മനുഷ്യൻ്റെ ജീവനെ കൊലപ്പെടുത്തിയെന്ന് തന്നെ പറയാം. ശരിക്കും അതൊരു കൊലപാതകമായിട്ട് കൺസിഡർ ചെയ്യും. ദയവ് ചെയ്ത് കാനഡയിലൊക്കെ ഉള്ള ആൾക്കാർ മുന്നോട്ടിറങ്ങണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ, ഇനിയും ജീവനുകൾ ഇങ്ങനെ പൊലിയാതിരിക്കണമെങ്കിൽ അവിടുത്തെ എന്താ പറയുന്നത് റൂൾസ്, റെഗുലേഷൻസ്, പ്രോട്ടോകോൾസൊക്കെ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ആരായാലും ഇപ്പം നമുക്ക് പറയാൻ തോന്നും. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് നമ്മൾ 2-3 പ്രാവശ്യം ചിന്തിക്കണം അല്ലേ. നമുക്ക് ഏറ്റവും വേണ്ട ഒരു എന്താ പറയുക മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ മാനേജ്മെൻറ്റാണ്. നമുക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അതായത് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടണം. കറക്റ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്ന രാജ്യങ്ങളിലേക്ക് ചേക്കേറാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട വേറൊരു കാര്യം. പല രാജ്യങ്ങളും ഇപ്പം ഞാൻ കേട്ടിടത്തോളം കാനഡ മാത്രമല്ല, പല രാജ്യങ്ങളെയും യൂറോപ്പ് രാജ്യങ്ങളിലും ഒക്കെ ഇത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. മെഡിക്കൽ കെയർ വളരെ അതായത് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ സമയത്തങ്ങ് മരണം സംഭവിച്ചിട്ടുണ്ടാകും ആ ഒരു സീരിയസ് കേസാണെങ്കിൽ. അപ്പോൾ ഇത്രത്തോളം നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽ തന്നെ ഒരു കൊലപാതകത്തിന് കാരണക്കാരാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലേ.
അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവരുടെ ഫാമിലി നഷ്ടപ്പെടുത്തി കളയുവാണ്. അപ്പം അങ്ങനെ ആർക്കും വരാണ്ടിരിക്കട്ടെ. അങ്ങനെ വരാതിരിക്കാനുള്ള നമ്മൾ മുന്നോട്ടിറങ്ങണം. അവിടുത്തെ സമൂഹം മുന്നോട്ടിറങ്ങണം. കുറച്ചുകൂടെ ഇങ്ങനത്തെ കേസസ്, ഇങ്ങനത്തെ സയൻസ് ആൻഡ് സിംറ്റംസ് വെയിറ്റിംഗ് ടൈം ഇത്രയും ഡിലേ ആവാതെ എത്രയും പെട്ടെന്ന് വേണ്ട ഇൻ്റർവെൻഷൻസ് എടുത്ത് ആ ജീവനെ സംരക്ഷിക്കാൻ ആ രാജ്യം അതിന് വേണ്ട നിയമങ്ങൾ മാറ്റി എഴുതണം എന്ന് തന്നെ പറയണം. അത് ചുമ്മാ നമ്മളെല്ലാവരും മിണ്ടാതിരുന്നിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ മറ്റാൾക്കാർ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും മുന്നോട്ടിറങ്ങി അതിനെ എന്താ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധ ആ സബ്ജക്റ്റിലേക്ക് കേന്ദ്രീകരിച്ച് അതിനൊരു മാറ്റം വന്നാൽ ഇനിയെങ്കിലും സമൂഹത്തിന് അവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും തുടരും. ഇന്നൊരു ജീവൻ സഫർ ചെയ്യണം, ആ ഫാമിലിയുടെ സന്തോഷം ഒറ്റ ദിവസം കൊണ്ടില്ലാണ്ടായി. അതിന് പിന്നിൽ നമ്മൾ പറയേണ്ടി വരും മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് തന്നെ. അപ്പം ദയവ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ അത് എവിടെയായിക്കോട്ടെ, ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലോ യു എയിലോ ഒന്നും ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യത്തില്ല ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റത്തെ. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കേസസ് വരുമ്പം എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിൽ ആ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആസ് എ പ്രൊഫഷണൽ നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ പോലെയുള്ള കേസസിനെ മാനേജ്മെൻറ്റ് ചെയ്ത് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലേ. അപ്പോൾ ഒരിക്കലും ആരും ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള സിംറ്റംസിനെ എന്താ പറയുക ശ്രദ്ധിക്കാതിരിക്കരുത്. ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അപ്പം എല്ലാവരും അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ആ സഹോദരിയോട് മാപ്പ് ചോദിക്കുന്നു ആസ് എ പ്രൊഫഷണൽ. എന്നാലും ആ സഹോദരിക്ക് നമ്മളെ ഒന്ന് കേൾക്കാൻ പോലും താല്പര്യം കാണത്തില്ല. കാരണം അത്ര വെറുത്ത് കാണും. നമുക്ക് അർഹതയുമില്ല ചോദിക്കാൻ. അപ്പം അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ. താങ്ക് യു.